ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും മികച്ച ത്രില്ലറുകൾ ഉണ്ടാകുന്ന ഇൻഡസ്ട്രി എന്ന് മലയാള സിനിമയെക്കുറിച്ച് മറുഭാഷാ പ്രേക്ഷകർ പറയാറുണ്ട്. ഒരു പരിധിവരെ അത് സത്യവുമാണ്. ഇന്ന് മലയാളത്തിൽ തന്നെയാകും ഈ ജോണറിൽ ഏറ്റവും അധികം സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നതും. ഇപ്പോഴിതാ OTT റിലീസിൽ ടോവിനോ തോമസ്, തൃഷ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഖിൽ പോളും അനസ് ഖാനും ചേർന്ന് സംവിധാനം ചെയ്ത ഐഡന്റിറ്റി എന്ന ചിത്രമാണ് മറുഭാഷാ പ്രേക്ഷകരുടെയും ശ്രദ്ധ നേടിയിരിക്കുന്നത്. അതിന്റെ ഒഫീഷ്യൽ കണക്കുകളും OTT റൈറ്റ്സ് എടുത്ത ZEE5 പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ വർഷത്തെ ആദ്യത്തെ പ്രധാന റിലീസുകളിലൊന്നായി ജനുവരി 2-ന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രം ജനുവരി 31-നായിരുന്നു OTT-യിലെത്തിയത്. മലയാളത്തിനൊപ്പം തമിഴ്, കന്നഡ, തെലുങ്ക് ഭാഷകളിലും ചിത്രം എത്തിയിരുന്നു. ജാനുവരി 2-ന് തിയേറ്ററിലെത്തിയ സിനിമ ഏതാണ്ട് 3 ആഴ്ചകളോളം തിയേറ്ററിൽ ഓടി. എന്നാൽ ഈ പറയുന്ന കളക്ഷൻസ് ഒന്നും സിനിമയ്ക്ക് നേടാൻ സാധിച്ചില്ല. ഏതാണ്ട് 18 കോടിയോളം രൂപയാണ് 3 ആഴ്ചകൾ തിയേറ്ററിൽ ഓടിയ ഐഡന്റിറ്റി എന്ന സിനിമയ്ക്ക് നേടാൻ സാധിച്ചത്. എന്നാൽ ബിഗ് സ്ക്രീനിൽ ലഭിക്കാത്ത പ്രേക്ഷക പിന്തുണയാണ് OTT റിലീസിൽ സിനിമയ്ക്ക് നേടിക്കൊടുത്തിരിക്കുന്നത് എന്നാണ് ZEE5ന്റെ പുതിയ കണക്കുകൾ സ്ഥിരീകരിക്കുന്നത്. ZEE5 പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം 200 മില്യൺ, അതായത് 20 കോടി സ്ട്രീമിംഗ് മിനിറ്റുകളാണ് ചിത്രം നേടിയിരിക്കുന്നത്. റെക്കോർഡ് വ്യൂസ് എന്നാണ് ZEE5 തന്നെ പറഞ്ഞിരിക്കുന്നത്. സോ കൂടുതൽ സിനിമ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.